രാഷ്ട്രീയം എന്നാൽ ജനകീയം സുതാര്യം എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പൊ ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്നവരുടെ രാഷ്ട്രീയങ്ങൾ ജനകീയം സുതാര്യമാകുന്നുണ്ടോ എന്നുള്ള ഒരു ചർച്ചയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പൊ ഇലക്ഷനൊക്കെ അടുത്ത് വരികയല്ലേ. അതുപോലെ തന്നെ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്തവണ മത്സരിക്കുന്നുണ്ടോ, സ്വതന്ത്രനായിട്ട് എവിടെ മത്സരിക്കുവാണെങ്കിൽ എന്താണ് കോൺഗ്രസ് സീറ്റ് കൊടുക്കത്തില്ല എന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അപ്പം സ്വതന്ത്രനായിട്ട് പിന്നെ പാലക്കാട് അല്ലെങ്കിൽ മറ്റെവിടെ എന്നുള്ളൊരു ചോദ്യത്തിന് ഒരു ചർച്ചയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കിടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കുടുംബവഴക്ക് എന്ന പേരിൽ ക്ലോസ് ആക്കി വിട്ട നമ്മുടെ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നല്ലോ, ആ ചാപ്റ്ററിലെ നായിക ഇന്നും മായാമറയത്ത് നിൽക്കുകയാണ്. അത്യാവശ്യം ആൾക്കാർക്കൊക്കെ അറിയാം ആരാണ് ആ നായികയെന്ന്. അന്നേരം ആ ഒരു നായിക വെളിച്ചത്തോട്ട് വരും. എന്താണെങ്കിലും ഇലക്ഷന് തൊട്ട് മുമ്പ് വെളിച്ചത്തോട്ട് വരും. കാരണം ഭാര്യ ബിന്ദു എടുത്ത് കുറെ സ്റ്റിൽസും ഫോട്ടോകളും പലരിലോട്ടായിട്ട് വാട്സപ്പിലായിട്ട് അയച്ചയച്ചിരുന്നിട്ടുണ്ട്. അതൊരു പരസ്യമായ രഹസ്യം തന്നെയാണ്. അപ്പം എന്താണെങ്കിലും നമുക്ക് കാത്തിരുന്നിട്ട് ആ ഒരു വിഷ്വൽസും കൂടെ അതെങ്ങനെയുള്ള വിഷ്വൽസ് ആണെന്ന് കൂടെ മാത്രം അറിയാൻ മതി. അപ്പൊ ആൾക്കാരെ നമുക്ക് എല്ലാവർക്കും ഏകദേശം അറിയാനാണ് ആരാണ് കാമുകി എന്നുള്ള നമുക്ക് ഏകദേശം അറിയാവുന്ന കാര്യമാണ്. അപ്പം എന്ത് തന്നെയായാലും ഇലക്ഷൻ ആണ് ഇന്നത്തെ സബ്ജക്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്താണ് ലൈക്ക് അടിച്ചുകൊണ്ട് തന്നെ കൂടെ ശ്രമിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ കൊടുക്കുക. നമുക്ക് നേരത്തെ ആദ്യം തന്നെ പറയാനുള്ളത് ശ്രീനാഥ് ദേവി കുഞ്ഞമ്മയ്ക്കെതിരെ ഒരു പ്രചരണം ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ റേഷൻ കാർഡ് റദ്ദാക്കി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവർക്ക് ഒരു സംഭവം കിട്ടുമ്പോഴത്തേക്ക് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു സ്ത്രീ പക്ഷത്ത് നിൽക്കുന്ന നമ്മുടെ എം എ ഷഹനാസ് അവര് എന്താണ് ഒരു പോസ്റ്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. FP പോസ്റ്റ് ആണ്. അപ്പൊ എന്ത് വന്നാലും FPയിലാണല്ലോ ഷഹനാസ് വന്ന് പൊങ്കാലിടുന്നത്. അപ്പൊ പതിവ് പോലെ തന്നെ പതിവ് തെറ്റിക്കാതെ ഷഹനാസ് വന്ന് പോസ്റ്റ് ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. ശ്രീനാഥ് ദേവി കുഞ്ഞമ്മയ്ക്കെതിരെയായിട്ടാണ് പോസ്റ്റ് ഇരിക്കുന്നത്. അപ്പം നമുക്കറിയാം അത് അങ്ങനെ പോസ്റ്റ് ഇട്ട് പൊങ്കാലിടാനുള്ള ഒരു ചങ്കൂറ്റിയുള്ളൂ. അല്ലാതെ ഈ വായ്ത്താളം അടിച്ചിട്ട് നിൽക്കാനുള്ള ഒരു അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. നല്ലതായിട്ട് പോസ്റ്റ് ഇടും, പുള്ളിക്കാരി പോസ്റ്റ് ഇടും. പക്ഷെ നേരിട്ട് നിന്നിട്ട് ഒരു അഭിമുഖത്തിലോ എന്തെങ്കിലും ഒരു നേരിട്ട് ഒരു ചോദ്യം കാണിച്ചിട്ട് അതിനകത്തൊന്നും ഉത്തരം പറയാറില്ല. ഒരു മൊബൈലും കുത്തി പിടിച്ചുകൊണ്ട് ബബ കളിക്കാൻ അല്ലാണ്ട് വേറെ ആധികാരികമായിട്ട് പറയാനൊന്നും ഇവർക്ക് അറിയത്തില്ല. പക്ഷെ IAS-കാരിയാണെന്നൊക്കെ പറഞ്ഞു. വന്നിട്ടും എന്താണ് വൈശാല്യം ഇല്ലാത്തതെന്നാണ് എന്റെ ഒരു സംശയം. ആ സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക. പിന്നെ അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം ഇത്തവണ എന്താണ് കോൺഗ്രസിൽ നിർത്തുന്നില്ല എന്നുള്ള ഒരു തീരുമാനം ഏകദേശമായി എന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നെ രാഹുൽ മാങ്കൂട്ടം നിൽക്കുന്നില്ല, സ്വതന്ത്രമായിട്ട് ഇനി എവിടെ നിൽക്കും എന്ന് പാലക്കാട്ടുകാർക്ക് രാഹുൽ മാങ്കൂട്ടം വേണോ വേണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പം എനിക്കൊരു സംശയം വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നിമിഷം എന്താണ് രാഹുൽ മാങ്കൂട്ടം സ്വതന്ത്രനായിട്ട് മത്സരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തൊക്കെയായാലും നമുക്ക് കം ടു ദ പോയിന്റ്. നമ്മുടെ വിഷയം എന്ന് വെച്ചാൽ ജനനായകനാണ് നമ്മുടെ KSRTC മന്ത്രി, അതായത് പത്തനാപുരത്തെ കണ്ണിലൂടിയായ മന്ത്രിയെ കുറിച്ചാണ് നമുക്കിവിടെ 2-3 കാര്യങ്ങൾ ചോദിക്കാനുള്ളത്. നമ്മുടെ കാര്യം ചോദിക്കുന്ന മുമ്പ് നമുക്കറിയാലോ കഴിഞ്ഞ ദിവസം നടന്ന ഒരു പരിപാടി, അതായത് ത്രിഭാര്യയായ ബിന്ദു വന്നിട്ട് റൂം തുറന്ന് നോക്കുമ്പോഴത്തേക്ക് മന്ത്രിയും മന്ത്രിയുടെ കാമുകിയും കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കെട്ടിമറിയുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പൊ കാണാൻ പാടില്ലാത്ത ഒരു ഭാര്യയെ കാണാൻ പാടില്ലാത്ത സാഹചര്യം എന്താണെന്ന് ഞാൻ വളരെ അധികം വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും ബോധം ബുദ്ധിയും ഉള്ളതുകൊണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം എന്തൊക്കെയായാലും ഈ കാണാൻ കഴിയത്തില്ലാത്ത കാഴ്ച കണ്ടതും അവര് മന്ത്രിമാരിയെ അത് പ്രശ്നമാക്കിയതും ആൾക്കാരെ വിളിച്ചു കൂട്ടിയതും മന്ത്രിമാരിയെ തടയാണ്ട് ഗണേഷ് കുമാറിന്റെ എന്താണ് പരിഹാരങ്ങൾ ഇവരെ തടഞ്ഞതും എല്ലാം നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ പിറ്റേ ദിവസം നേരെ ഉൾട്ടയടിച്ചിട്ട് അതൊന്നും വലിയ കുഴപ്പമില്ല, വിശാലഹൃദയനായ ആശാൻ അങ്ങ് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ബിന്ദു ചേച്ചി അങ്ങ് എന്റെ കെട്ടിയവൻ അങ്ങ് ക്ഷമിച്ചു, 5000 പേര് കാമുകിമാരുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കങ്ങ് എന്തോ ഒരു സങ്കടമായി പോയി, ലേശം സങ്കടം കൂടിപ്പോയി. അതുകൊണ്ട് ലേശം ഒരു ആവേശം കൂടിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനങ്ങളിലേക്ക് വിളിച്ച് എന്റെ ഭർത്താവിന്റെ അവിഹിത കഥ ഒരു ഉളുപ്പുമില്ലാതെ ഞാൻ വിളമ്പിയതും പിറ്റേ ദിവസം അത്രയും പോലും ഉളുപ്പില്ലാതെ ഞാൻ അങ്ങ് പോട്ടെ സാരമില്ല, ഭർത്താവല്ലേ, ഭർത്താവിനും ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഇല്ലേ എന്ന് കരുതി നമ്മൾ അങ്ങ് ക്ഷമിച്ചു കൊടുത്തു. അതുകൊണ്ടൊക്കെയാന്ന് പറഞ്ഞത് പിറ്റേ ദിവസം ഉൾട്ടടിച്ചുകൊണ്ട് വരുന്നുണ്ട്. നമുക്കറിയാം അതൊന്നും അല്ല കാര്യങ്ങൾ. കാരണം ഇവരുടെയും കുറച്ച് പരിപാടികളും കാരണം ഒരു കരാറ് ലംഘിച്ചുള്ള പരിപാടിയും ഒരുമാതിരി ഒരു കടത്തും കേസിട്ടും വിദേശ നയതന്ത്രം ഒക്കെ അയാളും പൊക്കിക്കൊണ്ട് വരും. അങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനും കാര്യങ്ങളും അതും ഇതൊക്കെ ആയിട്ട് ഇവരും സമൂഹത്തിന് മുന്നിൽ ചോദ്യം ചെയ്യേണ്ടപ്പെടും. ഒരുപാട് നഷ്ടങ്ങളുണ്ട് അതിന്റെ പേർക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു കോംപ്രമൈസ് എന്നുള്ള ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്നാലും അവിടെ ബാക്കി നിൽക്കുന്ന ഒരു കാര്യം ആരാണ് ഈ കാമുകി, ആരായിരിക്കും ഈ കാമുകി എന്നാണ് നമുക്ക് ബാക്കി വരുന്ന ചോദ്യം. അപ്പം എന്തൊക്കെയായാലും ആ കാമുകി ഏതാണ്ട് ചങ്ങനാശ്ശേരി പടിഞ്ഞാറൻ ഭാഗത്തോട്ട് അടൂർ ഭാഗത്തോട്ട് സഞ്ചരിച്ച് പോകുന്ന ഒരു പടിഞ്ഞാറൻ കാറ്റാണെന്നുള്ള കാര്യം ഏകദേശം എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം, ഒട്ടുമിക്കാർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എന്താണെങ്കിലും അധികം താമസിക്കാൻ തന്നെ ഈ കാമുകിയുടെ ഫോട്ടോസും സ്റ്റിൽസും എല്ലാം വരും എന്നാണ് പറയുന്നത്. അവിടെ ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 112 വിളിച്ച് ഒരു സ്ത്രീ ആവശ്യപ്പെടും, ഒരു സഹായം ആവശ്യപ്പെടും. അവിടെ FIR ഇട്ടിട്ടില്ലാത്ത സ്ഥിതിക്ക് അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രി അതായത് പിണറായി വിജയൻ എന്താണ് പറയുന്നത്, സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന് നമുക്ക് നാഴിക്ക് 40 വട്ടം പറയുന്ന ഈ ദേഹം എന്ത് സ്ത്രീ സുരക്ഷയാണ് ഇവിടെ ഉറപ്പുവരുത്തിയത് എന്നുള്ള ഒന്നാമത്തെ ചോദ്യം എനിക്ക് ചോദിക്കേണ്ടി വരും. കാരണം അതിന് മന്ത്രി മറുപടി പറഞ്ഞു. കാരണം ഈ വോട്ട് വാങ്ങിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ചോദിക്കാലോ, സാറേ ഒരു മന്ത്രി ഭാര്യയ്ക്ക് ഇതുവരെ സ്ത്രീ സുരക്ഷ കിട്ടിയിട്ടില്ല, അപ്പൊ ഞങ്ങൾക്ക് കിട്ടുമോ, ഞങ്ങൾ അതിന് അർഹയാണോ, നിങ്ങൾ അതിന് ഉറപ്പ് തരുമോ, എന്ത് ഉറപ്പാണ് നിങ്ങൾ അതിൽ തരുന്നത്, ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ വിശ്വസിക്കുക എന്ന് നമുക്ക് ചോദിക്കാലോ. ചോദിക്കത്തില്ലേ? ചോദിക്കണം. അത് ഒന്നാമത്തെ ചോദ്യമായിട്ട് ചോദിക്കണം. അപ്പൊ ഇവിടെ സ്ത്രീ സുരക്ഷയില്ല, അതുകൊണ്ട് ഭാര്യയ്ക്ക് കേസ് ഇല്ലാത്തത് കൊണ്ട് അതവിടെ ഒത്തുതീർപ്പായി. അതായത് അതൊരു കുടുംബ വഴക്കായി പോയി. അതെങ്ങനെയാണ് സാർ അതൊരു കുടുംബ വഴക്കായിട്ട് മാറുന്നത്? അതായത് പിണറായി വിജയനും ഗണേഷ് കുമാറും ഉൾപ്പെടുന്നത് ജനപ്രതിനിധിയാണ്, ജനപ്രവർത്തകനാണ്.
അപ്പം അത് കേവലം അതൊരു കുടുംബ വഴക്കല്ല. നിങ്ങൾ എന്ത് മാതൃകയാണ് ജനങ്ങളിലോട്ട് കൊടുക്കുന്നത്? നിങ്ങൾ എന്ത് കാണിച്ചാലും അത് സുതാര്യമായിരിക്കണം. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കാനായിട്ട് ഒഴിഞ്ഞു വെച്ച ജീവിതമാണ് നിങ്ങളുടേത്. അപ്പൊ നിങ്ങളുടെ ഇടയിൽ അതായത് സ്വകാര്യത എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കണം. അപ്പം മന്ത്രിക്കും മന്ത്രിപുത്രന്മാർക്കും മറ്റ് അനുമന്ത്രിമാർക്കും എല്ലാം ഇങ്ങനെ ആകാം എന്നാണോ? ഞങ്ങൾ ഭരണത്തിൽ കയറിയ ഭരണാധികാരിയായി ഇതും ഇതിന്റെ അപ്പുറം കാണിക്കും, അത് നിങ്ങൾ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തൂക്കിയെടുത്ത് അകത്തിരും, അത് വേറെ കഥ, ഇത് വേറെ കഥ എന്ന് പറഞ്ഞതിൽ എന്ത് ലോജിക്കാണ് സാർ ഇരിക്കുന്നത്? അതിൽ എന്താണ് ഉൾപ്പെടുന്നത്? അത് മാത്രമാണ് ഞാൻ ഇവിടെ ചോദിക്കുന്നത്. അപ്പം എന്തൊക്കെയാണെങ്കിലും ഈ ഒരു KSRTC മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കുറേയധികം കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൾക്കാരെ കണ്ണിൽ പൊടിയിടുന്ന പോലെ എന്തൊക്കെയോ തട്ടിക്കുട്ടി കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരി തന്നെ, കുറെ ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ടല്ലോ, ഞാൻ KSRTC അത് 5 വർഷം കൊണ്ട് ഞാൻ ഇത്രയാക്കി, അത് അത്രയാക്കി, ഇത് ഇത്രയാക്കി എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ എനിക്കിവിടെ ചോദിക്കാനുള്ളത്, നിങ്ങൾ ഡിപ്പോ തിരിച്ച് ഇതുവരെ കണക്ക് പുറത്തു വിട്ടിട്ടുണ്ടോ? കണക്ക് പുറത്തു വിടണം, ഡിപ്പോ തിരിച്ച് പുറത്തു വിടണം. എങ്ങനെയാണ് KSRTCക്ക് വരുമാനം ഉണ്ടായത്? അതായത് മണ്ഡല മാസങ്ങളിൽ, ശബരിമല സീസണിൽ. അപ്പൊ എരുമേലി ഡിപ്പോയിൽ നിന്നുള്ള നിങ്ങളുടെ വരുമാനം ഏകദേശം നിങ്ങൾക്ക് പുറത്ത് കാണിക്കാണ്ട് പറ്റുന്നുണ്ടോ? ഈ എരുമേലി ഡിപ്പോയിൽ ഓടുന്ന വരുമാനമാണ് ഇവർ ടാലിയാക്കി ചേർത്ത് കാണിക്കുന്നത്. അതായത് KSRTC നഷ്ടത്തിലല്ല. എന്നിട്ട് കാൽനടയായി പോകുന്ന അയ്യപ്പന്മാർ ഭക്തരെ ഇവരോട് തടയുകയാണ്. ഞാൻ വേണ സൈഡിൽ വീഡിയോ വെക്കാം. ഇവര് തടഞ്ഞിട്ട് അയ്യപ്പ ഭക്തന്മാരെ മനഃപൂർവ്വം ഫോഴ്സ്ഫുള്ളി KSRTC കയറ്റി വിടാൻ വേണ്ടിയിട്ട് ഇവര് അതിനൊരു കളം ഒരുക്കി കൊടുക്കുകയാണ്. എന്നിട്ടാണ് ഇവർ KSRTCക്ക് വരുമാനം ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, 2-2.5 മാസം മണ്ഡല കാലത്ത് ഈ വരുന്ന അയ്യപ്പ ഭക്തർ ഒരു അയ്യപ്പ ഭക്തറിന് 100 രൂപ മുതൽ 160 രൂപ വരെയാണ് ചാർജ് ഈടാക്കുന്നത്. അപ്പൊ ഒരു ഭക്തരാണ്, എന്തുമാത്രം ഭക്തരാണ് ഈ അയ്യപ്പ സീസണിൽ അവിടെ ചെല്ലുന്നത്, ശബരിമല ചെല്ലുന്നത്. അപ്പം ആ ഒരു എമൗണ്ട് ആണ് KSRTC നഷ്ടത്തിലല്ല, KSRTC എന്നും ലാഭത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് അവര് കാണിക്കുന്നത്. അങ്ങനെയാണ് ഇവർ വീമ്പ് കാണിക്കുന്നത്. അല്ലാതെ ഡിപ്പോ ബൈ ഡിപ്പോ തിരിച്ച് കണക്ക് നോക്കുകയാണെങ്കിൽ KSRTC ഇന്നും നഷ്ടത്തിലാണ്. ഇവർ ഇന്നല്ല, കുറച്ച് നാളായി, ഒരു 3-4-5 വർഷമായി ഈ പരിപാടി തുടങ്ങിയിട്ട്. നിങ്ങൾ എരുമേലി ചെന്നിട്ട്, ഈ എന്നിൽ കേൾക്കുന്ന ആൾക്കാർ എരുമേലി ചെന്ന് അന്വേഷിച്ചാൽ അത് വ്യക്തമായിട്ട് അറിയാം. അവിടെ വരുന്ന അയ്യപ്പ ഭക്തരെ അത്രമാത്രമാണ്, കാൽനടയായിട്ട് പോകാനുള്ള അയ്യപ്പ ഭക്തന്മാരെ അത്രയധികം ദ്രോഹിച്ചുകൊണ്ടാണ്. അതായത് പകുതി വഴിക്ക് അവർ കാൽനട യാത്ര നിർത്തിവെച്ചിട്ട് KSRTC ബസ്സിന് പോകാൻ തയ്യാറാകുകയാണ്. അങ്ങനെ ഒരു പ്രവർത്തനമാണ് ഇവിടെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഗിമിക്ക് കാണിച്ചിട്ടാണ് ഇവിടെ KSRTCക്ക് ലാഭം ഉണ്ടാക്കുന്നത്. അല്ല എന്ന് പറയാൻ സാർ നിൽക്കരുത്. കാരണം ഇത് ജനങ്ങള് ഏറെക്കുറെ ആൾക്കാരൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് എപ്പോഴെങ്കിലും നമുക്ക് കൂടി പൊട്ടുവാണ്, നമുക്ക് ഒന്ന് വിളിച്ചു പറയണമെന്ന് തോന്നിപ്പോയാൽ നമ്മൾ വിളിച്ചു പറഞ്ഞു, സ്വാഭാവികം. അതിന് തെറ്റൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ കൂടെ വോട്ട് കിട്ടിയിട്ടാണല്ലോ താങ്കൾ ഇങ്ങനെ ഒരു കസേര കയറിയിരിക്കുന്നത്. അപ്പം തിരിച്ചു ചോദിക്കാനുള്ള അധികാരമുണ്ട്. കാരണം നമ്മൾ ജീവിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്താണ്. അത് സാർ ഇടയ്ക്കൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ ഇടയ്ക്ക് വരുമെന്ന് ഓർക്കണം. അപ്പം കേവലം ഒരു വർഷം കൊണ്ട് ഭരണത്തിൽ ഇരുന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം എന്തൊക്കെ ചെയ്തു ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇത് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു വീട് ഉദ്ഘാടനം ചെയ്തിട്ട് വന്നതേ ഉള്ളൂ. അപ്പൊ ഈ 10 വർഷം കൊണ്ട് ഇരുന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു? നിങ്ങൾ എന്തെങ്കിലും ഒരു വർഷം കൊണ്ട് നിന്നൊക്കെ ചെയ്യാമെന്ന് രാഹുൽ മാങ്കൂട്ടം നമുക്ക് കാണിച്ചു തന്നു. എന്നിട്ട് ഈ 10 വർഷം കൊണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്തു? അഴിമതി, കൈയിട്ട് വാരല്, കട്ടുമുടിപ്പിക്കല്, അതും പോരാതെ കടത്തിന്റെ മേലിൽ കടം. ഇതൊക്കെയല്ലേ നിങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നത്? അപ്പം നമ്മൾ പറഞ്ഞ ജനങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാർ ഭരണത്തിൽ വരട്ടെ, രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ളവർ വരട്ടെ, ഈ ആക്രാന്തമില്ലാത്തവർ വരട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം ഗണേഷ് കുമാർ പറയുന്നത്, ഇതെല്ലാം എന്റെ സ്വകാര്യ ജീവിതമാണ്, എന്റെ സ്വകാര്യ ജീവിതത്തിൽ ആരും കൈ കടത്തും സാർ, കൈ കടത്തും. നിങ്ങൾ ജനപ്രതിനിധിയാണോ? നമ്മൾ കൈ കടത്തിയിരിക്കും. അത് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറ്റാണ്, മറിച്ചാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു വഴി, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ചെയ്യുമ്പോൾ അത് വേറെ ഇത്. അങ്ങനെ എല്ലാം ടാലി ചെയ്ത് പോകണം, എല്ലാവർക്കും ഒരുപോലെ വഴിയായിരിക്കണം. അതാണ് നമ്മളിവിടെ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ശ്രീനാഥ് ദേവി കുഞ്ഞമ്മയുടെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. ഞാൻ ഈ ന്യൂസ് ഇവിടെ വെക്കാം. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗമായ ശ്രീനാദേവി കുഞ്ഞമ്മ ഉൾപ്പെട്ട റേഷൻ കാർഡ് റദ്ദാക്കി. കാർഡിൽ പേര് ചേർത്തത് തെറ്റായ വിവരം നൽകിയെന്ന കാർഡ് ഉടമയുടെ മക്കളുടെ പരാതിയിലാണ് നടപടി. കാർഡ് ഉടമയുടെ ഭർത്തൃ സഹോദരിയുടെ മകൾ എന്ന നിലയിലാണ് പേര് ചേർത്തത്. എന്നാൽ കാർഡ് ഉടമയ്ക്ക് ഭർത്തൃ സഹോദരിയോ മകളോ ഇല്ലെന്ന് പരാതിക്കാർ പറയുന്നു. അടൂർ താലൂക്ക് സപ്ലൈ ഓഫീസറാണ് കാർഡ് റദ്ദാക്കിയത് ശ്രീനാദേവിയുടെ ജില്ലാ പഞ്ചായത്ത് അംഗത്വത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. വിശദാംശങ്ങൾ വിനു മോഹൻ നൽകും. വിനു, ഈ കാർഡിൽ പേര് ചേർത്തത് വ്യാജമാണ് എന്നുള്ളതാണോ പറയുന്നത്? അതിന് പറയുന്ന കാരണങ്ങൾ എന്താണ്? ഒപ്പം ഈ പേര് ചേർത്തതിൽ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ വിശദീകരണം എന്താണ്? അത് ഏത് തരത്തിലായിരിക്കും അവരുടെ മറ്റു കാര്യങ്ങളെ ബാധിക്കുക? 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട പള്ളിക്കൽ ഡിവിഷനിലെ CPI സ്ഥാനാർത്ഥിയായിരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മ. കൊല്ലം സ്വദേശിനിയാണ്. അന്ന് CPI നേതാക്കൾ തന്നെയാണ് പത്തനംതിട്ട ഏറത്ത് പഞ്ചായത്തിലെ ഒരു വീട്ടിൽ ശ്രീനാദേവിയുടെ പേര് ചേർക്കുന്നത്. യശോദ എന്ന പേരുള്ള ഒറ്റയ്ക്ക് കഴിയുന്ന ഒരു സ്ത്രീയുടെ വീട്ടിലാണെന്ന് പേര് ചേർത്തത്. ഭർത്താവിന്റെ സഹോദരിയുടെ മകൾ എന്ന പേരിലാണ് അന്ന് റേഷൻ കാർഡിൽ പേര് ചേർക്കുകയും കൊല്ലം ജില്ലക്കാരിയായ ശ്രീന പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലേക്ക് പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു. ആ സമയം അന്ന് കോൺഗ്രസ് ഇതിനെതിരെ പരാതിയുമായി മുന്നോട്ട് പോയെങ്കിലും കോൺഗ്രസിന്റെ പരാതി തള്ളുകയായിരുന്നു. പിന്നീട് CPI ഇടഞ്ഞ് ശ്രീനാദേവി കോൺഗ്രസിലേക്ക് വരുന്നു. ഇത്തവണ പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിന് മുൻപായി CPI അന്ന് പേര് ചേർത്ത CPI തന്നെ ഇതിനെതിരെ പരാതിയുമായി മുന്നോട്ട് പോവുകയും
പരാതി തള്ളുകയും ചെയ്തിരുന്നത്. കാരണം 2020 ഇതേ അഡ്രസ്സിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ആളാണ്. റേഷൻ കാർഡിൽ നിലവിൽ പ്രശ്നങ്ങൾ കാണാനില്ല എന്ന്. അപ്പൊ ഇവർ നേരത്തെ CPI ആയിരുന്നപ്പോഴത്തേക്ക് ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എപ്പോഴോ പെട്ടെന്ന് അങ്ങ് കുരുപൊട്ടി വന്നേക്കുവാണ്. ഇപ്പം ഇവരെ എന്താണ് റേഷൻ കാർഡ് റദ്ദാക്കിയിട്ടുണ്ട്. അപ്പൊ റേഷൻ കാർഡ് റദ്ദാക്കിയപ്പോഴത്തേക്ക് ഇവർ റേഷൻ കാർഡ് റദ്ദാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് സ്ഥാനത്ത് നിൽക്കാൻ കഴിയത്തില്ല എന്നുള്ള ഒരു ആരോപണമാണ് ഇവിടെ വന്നത്. ഇവർക്ക് പുല്ല് പോലെയാണ്, ഇവരത് പുഷ്പം പോലെ അത് അവർ നേടിയെടുക്കും. അത് അതിന്റെ പുറകെ കിടന്ന് ആരും കുന്തലിക്കൊന്നും വേണ്ട. പക്ഷെ എന്തിനാണ് ഇവരെ പേടിക്കുന്നത്? എന്തിനോ ഒരു പേടിയുണ്ട്. അന്തസ്സായിട്ട് നേരിടണമെന്നേ, അന്തസ്സായിട്ട് നേരിടണം. ഇലക്ഷനെ അന്തസ്സായിട്ട് മുന്നിൽ കണ്ടുകൊണ്ട് പേടിക്കാതെ നിങ്ങൾ പതറാതെ മുന്നോട്ട് പോകൂ. ഈ ഒരു ഓലപ്പേപ്പി കാണിച്ച് എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? നിങ്ങൾ ഈ 10 വർഷം ഭരിച്ചത് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. നിങ്ങൾ കറക്റ്റ് പാത്തിലൂടെയാണ് നിങ്ങൾ പോയെന്ന് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ഇലക്ഷൻ നിൽക്കുന്നവർ എന്തിനു തടയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അതിനേക്കാളും വിറ്റായിട്ടുള്ള ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് എതിരായിട്ട് നമ്മുടെ MA ഷഹനാസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പാട്ട് വന്നിട്ടുണ്ട്. അവരെന്തിനാണ് ഇങ്ങനെ കണ്ട് പോസ്റ്റ് ഇടുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്താണ് IAS IPS ഒക്കെ ആണെന്നാണ് പറയുന്നത്. എന്നിട്ട് ഇവർക്ക് വിവരമൊന്നും ഇല്ല എന്നാണ് എന്റെ ഒരു സംശയം. അപ്പം എന്താണേലും ചീറ്റിപ്പോയി. കുൽസിതയുടെ കാര്യത്തിൽ ലോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഒക്കെ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് അത് വായിച്ചു വിട്ടതേ ഉള്ളൂ. അപ്പം ഇനി അടുത്തത് അവരുടെ അണ്ണാക്കി കയറി വിരലിട്ടിട്ട് അതിനി MA ഷഹനാസ് വാങ്ങിച്ചു കൂട്ടുകയുള്ളൂ. എന്നിട്ട് പിന്നെ എവിടെയെങ്കിലും പോയി ഐസ്ക്രീം നിന്നോ അല്ലെങ്കിൽ പട്ടം പറപ്പിച്ചോ നമ്മളെ ഊതി കിട്ടിട്ടോ ഉള്ള ഒരു പോസ്റ്റും ഫോട്ടോയും പിന്നീട് വരുന്നത് കാണാം. അപ്പൊ ഇതൊക്കെയുള്ളൂ MA ഷഹനാസിന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാനുള്ളൂ. അപ്പൊ പിന്നെ എന്താണ് ഈ കോൺഗ്രസ് ഇവരിങ്ങനെ നടക്കുന്ന നടത്തില്ല, എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉദ്ദേശം കാണുമായിരിക്കും. അപ്പൊ എന്തൊക്കെയാലും ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ചെറിയ സബ്ജക്റ്റുകൾ. അപ്പൊ ഞാൻ ഈ ഇലക്ഷനെ സംബന്ധിച്ചുള്ള വീഡിയോ ചെയ്യണമെന്ന് കുറേയധികം റിക്വസ്റ്റും കാര്യങ്ങളും എന്റെ കമന്റ് ബോക്സിൽ വന്ന പ്രകാരമാണ് ഞാൻ ഇത് ചെയ്തു തുടങ്ങിയത്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് നന്നായിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇലക്ഷൻ സംബന്ധിച്ചുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പം എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. അപ്പം എന്നത്തെ പോലെ തന്നെ അടുത്തൊരു വീഡിയോ വീണ്ടും ബൈ.